ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്നൊരു കിഡ്സിൻ്റെ ഒരു ഗൗണിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. എൻ്റെ ചേച്ചിയുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓഫ് വൈറ്റ് ആയിരുന്നു തീം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹോഴ്സ് ബ്രൈഡ് നെറ്റ് വെച്ചിട്ട് അടിയിൽ നെറ്റ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോം ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതിനായിട്ട് ഞാൻ യോക്കിന് ഒരു ക്രോഷ്യോൻ്റെ ലേസ് മെറ്റീരിയലാണ് എടുത്തത്. പിന്നെ ഓഫ് വൈറ്റ് കളർ നെറ്റ് എടുത്തിട്ടുണ്ട്, അതൊരു 5 മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ്റിനും കോട്ടണാണ് ലൈനിങ് ആയിട്ട് എടുത്തത്. അതുകൂടാതെ നമ്മളുടെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് വയറാണ് നമ്മളുടെ ഇതിന് ഹോഴ്സ് ബ്രൈഡ് നെറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്യണത്. ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യണ പോലെ തന്നെ യോക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണോ അതനുസരിച്ച്, ഇതിപ്പോൾ ഒരു 1.5 വയസ്സുകാരിയുടെ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഷോൾഡർ ഒരു 4 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അടിയിലോട്ട് മിഡാം ഹോൾ ലെങ്ത്തും ഒരു 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ചെസ്റ്റ് അളവ് നിങ്ങളുടെ ഇപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ലൂസ് ആഡ് ചെയ്താൽ മതി. 2 ഇഞ്ച് ലൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അത് ചെസ്റ്റ് അളവ് കിട്ടും. പിന്നെ യോക്ക് ലെങ്ത്ത് ഞാൻ 8 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയാണ്. അതിൻ്റെ കൂടിയും 1 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സീം അലവൻസ് വിടാൻ മറക്കരുത്. അടിയിൽ ഞാനൊരു 1/2 ഇഞ്ചും സൈഡിലോട്ട് 2 ഇഞ്ചും വിട്ടിട്ടുണ്ട്. ആം ഹോളും ഇതുപോലെ തന്നെ സീം അലവൻസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിബ് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു സീം അലവൻസ് കൂടി വിട്ടിട്ട് വേണം ബാക്ക് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് അത് നമ്മൾ ട്രേസ് ചെയ്തെടുത്താൽ മതി. ആം ഹോള് നമ്മൾ കുഴിച്ച് വെട്ടുന്ന കാര്യം മറക്കരുത് കേട്ടോ. ബേസിക് ബോഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സാറ്റിനിൽ ഡബിൾ ലൈനിങ് ആണ് വരുന്നത്. അപ്പോൾ സാറ്റിനും ഉണ്ട് നമുക്ക് ലൈനിങ്. അപ്പോൾ സാറ്റിനും കൂടി വെച്ചിട്ട് നമ്മൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രം ഇട്ടിട്ട് നമ്മുടെ ക്രോഷ്യോൻ്റെ ആ മെയിൻ പോർഷനും കൂടി നമ്മൾ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. 1.5 വയസ്സ് അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടികൾക്ക് അധികം നമ്മൾ യോക്ക് പോർഷൻ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒരു 30 പോയിൻ്റ് അല്ലെങ്കിൽ 35 പോയിൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. അത് പക്ഷേ മെറ്റീരിയലിൻ്റെ വിട്ട് അനുസരിച്ചിരിക്കും അത്രയും. വിട്ട് കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ കൂടുതൽ മേടിക്കേണ്ടി വരും. ശേഷം ഞാൻ അംബർലയാണ് കട്ട് ചെയ്യണത്. അടിയിലോട്ടുള്ള സാറ്റിൻ്റെ അംബർല ഡബിൾ അംബർലയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുകളിലത്തെ നമ്മളുടെ യോക്കിൻ്റെ അളവ് എത്രയാണോ, അപ്പോൾ എൻ്റെ വരുന്നത് 21 ഇഞ്ചാണ്. 21 ഇഞ്ചിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള അളവും പ്ലസ് സീം അലവൻസ് കൂട്ടിയിട്ടുള്ള അളവാണ് നമ്മൾ മുകളിലെ റൗണ്ട് മാർക്ക് ചെയ്തത്. ശേഷം ഞാനൊരു 18 ഇഞ്ചിലാണ്, അതായത് യോക്ക് അളവ് കൂടാതെ അംബർലയുടെ ലെങ്ത്ത് 18 ഇഞ്ചിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ടോട്ടൽ എൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ അംബർലയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഏറ്റവും അവസാനത്തെ ലെയറാണ് കേട്ടോ. അപ്പോൾ അത് 3 ലെയറാണ് ഞാൻ ഈ ഒരു ഗൗണിന് വേണ്ടി കൊടുത്തത്. ഏറ്റവും അവസാനത്തെ ലെയറിൻ്റെ ലെങ്ത്താണ് വരുന്നത് 18 ഇഞ്ച് എന്നുള്ളത്. അത് സാറ്റിലും കട്ട് ചെയ്തെടുത്തു. പിന്നെ ആ ഒരു അളവ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ നെറ്റും മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാറ്റ് ഞാനൊരു 17 ഇഞ്ചിലാണ് കട്ട് ചെയ്തതെങ്കിൽ നെറ്റ് ഞാനൊരു ഇഞ്ചും കൂടി കൂട്ടിയിട്ടിട്ട് 18 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും മെയിൻ പീസ് നമ്മൾ 1 ഇഞ്ചോളം നമ്മൾ കൂടുതൽ ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് രണ്ടും സെയിം ലെങ്ത്തിലാണ് വരുന്നത്. ലൈനിങ് സാറ്റിനും ഏറ്റവും 3ാമത്തെ ലെയർ നെറ്റും സെയിം അളവിലാണ് വരുന്നത്. ഇനി 2ാമത്തെ ലെയറാണ് നമ്മൾ നെറ്റ് കട്ട് ചെയ്യണത്. അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാമത്തെ ലെയറിലും 1ാമത്തെ ലെയറിലും മുകളിലത്തെ ആ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, അത് ഞാൻ അളവ് ഇച്ചിരി കൂട്ടിയിട്ടിട്ടാണ് കട്ട് ചെയ്തത്. കാരണം അതിലൊരു ചെറിയൊരു ഫ്രില്ല് പോലെ കൊടുക്കുന്നുണ്ട്, എന്നാലാണ് ഫ്ലെയർ അധികം കിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ലെങ്ത്ത് ഞാൻ കൊടുത്തത് 15 ഇഞ്ചാണ്. ഹാൻഡ് കർച്ചീഫ് മോഡലിലാണ് ഞാൻ കട്ട് ചെയ്തത്. റൗണ്ട് ചെയ്തെടുക്കല്ല ചെയ്യണേ, നമ്മളൊരു സ്ക്വയർ പീസായിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ 15 ഇഞ്ചിൽ നമ്മൾ 2 സൈഡിലോട്ടും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ പീസ് ആക്കി എടുക്കുക. ഹാൻഡ് കർച്ചീഫ് മോഡൽ എന്നാണ് പറയണത്. അതിനുശേഷം അതിൻ്റെ കോണിൻ്റെ ഭാഗത്തുള്ള ഒരു ലെങ്ത് ഉണ്ടല്ലോ, അത് നോക്കുമ്പോൾ എനിക്ക് 22 ഇഞ്ചാണ് കിട്ടിയത്. അത്രയും ഇഞ്ചിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മുടെ ഫുൾ ലെങ്ത്ത് ഒരു 18 ഇഞ്ചുള്ളൂ അംബർലയുടെ ലെങ്ത്ത്. അപ്പോൾ അതിനേക്കാളും കൂടുതലാണ് 22 വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കോർണർ നമ്മൾ കുറച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനതൊരു 18 ഇഞ്ചിൽ തന്നെ അളന്നിട്ട് ആ മുകളിൽ ഞാൻ നേരത്തെ നോക്കിയാൽ മനസ്സിലാവും, അവിടുന്ന് 18 ഇഞ്ച് അളന്നിട്ട് അതൊരു ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ 22 ഇഞ്ച് അങ്ങനെ ഹാൻഡ് കർച്ചീഫ് കട്ട് ചെയ്യുമ്പോൾ അത്രയും ലെങ്ത്തിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പം മെയിൻ ഫുൾ ലെങ്ത്തിനേക്കാളും കൂടുതൽ 2ാമത്തെ ലെയറിൻ്റെ ലെങ്ത്ത് ആ കോർണറിൽ നിൽക്കും. അപ്പോൾ അത് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ.
ഇനി നമ്മുടെ മൂന്നാമത്തെ ഫസ്റ്റ് ലെയറാണ് അത്. 3 ലെയറാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെയറിലും ഞാൻ മുകളിൽ ഇത്തിരി കൂട്ടിയാണ് എടുത്തേണ്ടത്. ഒരു 6-6.5 ഇഞ്ച് നമ്മൾ ലെങ്ത്തിൽ എടുത്തിട്ടാണ്, കാരണം അവിടെ ഒരു ഫ്രില്ല് വരുന്നുണ്ട്. ശേഷം നമ്മളൊരു 12 ഇഞ്ചോളം നമ്മൾ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മളുടെ ഒരു ഹാൻഡ് കർച്ചീഫ് മോഡൽ, അതായത് പക്ക സ്ക്വയറിൽ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ശേഷം ഇതിൻ്റെ കോർണറും അളന്ന് നോക്കുക. കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറവ് ലെങ്ത്തിൽ തന്നെ ആ കോർണറിൻ്റെ പോർഷൻ കുറവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ അത് രണ്ടാമത്തെ ലെയറിനേക്കാളും കൂടുതലായിട്ട് കിടക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ഹാൻഡ് കർച്ചീഫ് 3-4 ലെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മളുടെ ആ ഒരു ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം മറക്കരുത്. ഇനി നമ്മളുടെ നെക്കാണ് മാർക്ക് ചെയ്യണത്. ക്യാൻവാസിലാണ് ആസ് യൂഷ്വൽ ഞാനിത് മാർക്ക് ചെയ്യണത്. ഞാനൊരു ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാനൊരു 2.5 ഇഞ്ചാണ് നമ്മളുടെ ഈ ഒരു വിട്ട് ഞാൻ കൊടുത്തത്. കുട്ടികൾക്ക് അധികം ഒരു വിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 2.5 2.25 അങ്ങനെ 2.5-നേക്കാളും കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓരോരുത്തരുടെ കുട്ടികളുടെ ഒരു 8 ഷോൾഡറൊക്കെ ഉള്ളവർക്ക് അത്രയും തന്നെ കൊടുത്താൽ മതി. അതിനുശേഷം ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിബിനുള്ള ഒരു സീം അലവൻസ് സെൻറ്ററിൽ വിട്ടിട്ട് വേണം ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ അയൺ ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. നെക്ക് കട്ട് ചെയ്യണേലോ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യണേലോ എന്തെങ്കിലും ക്യാൻവാസ് കട്ട് ചെയ്യണേലോ എന്തെങ്കിലും ഡൗട്ട് പുതിയതായിട്ടുള്ള ആരെങ്കിലാണ് കാണണമെങ്കിൽ ഞാൻ മുമ്പത്തെ കുറേ വീഡിയോയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത്. അപ്പോൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട് മാറും കേട്ടോ. ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ ലൈനിങ് ആണ് നമുക്ക് കൊടുക്കുന്നത്. അത് കോട്ടൺ ഉണ്ട്, സാറ്റിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ക്രോഷ്യം കൂടി വെച്ച് നമ്മളുടെ മെയിൻ ബോഡീസ് ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുക. ബാക്കും ഫ്രണ്ടും അറ്റാച്ച് ചെയ്തെടുക്കണം. ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ ഇച്ചിരി അധികം ടൈം എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയും ഇത്തവണ ഇച്ചിരി ലെങ്ത്താണ് കേട്ടോ. ബാക്ക് പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സിബിൻ്റെ പോർഷൻ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ വിട്ടാണ് സീം അലവൻസ് വിട്ടേണത്. ഇതുപോലെ നമ്മൾ ഒരു സ്റ്റിച്ചിങ് കൊടുത്തതിന് ശേഷം സെൻറ്റർ കട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് കട്ടിങ്ങിൻ്റെ ടൈമിൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ല ഇതുപോലെ ഒരുമിച്ച് നമ്മളുടെ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സെൻറ്റർ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ നെക്ക് നോർമലി ചെയ്യണ പോലെ തന്നെ നമ്മളുടെ ആ ഒരു സൈഡിൽ 1 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. ശേഷം നമ്മളുടെ മെയിൻ മെറ്റീരിയലിൽ നെക്ക് വെച്ചിട്ട് റൗണ്ട് നെക്കാണ് കേട്ടോ ഞാൻ കൊടുത്തേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് നമുക്ക് ചെയ്യാം. ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് യോക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാനിത് റൗണ്ട് നെക്കിൽ തന്നെയാണ് ചെയ്തെടുത്തേണ്ടത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് നെക്കാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ഈ യോക്കിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ബാക്ക് നെക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു സീം അലവൻസ് ക്യാൻവാസിൽ എപ്പോഴും വിട്ടിരിക്കണം. കാരണം സിബ് ഉണ്ട് ബാക്കിൽ. ആ സീം അലവൻസ് വിട്ടേണ ആ ഒരു പോർഷനിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കണം നമ്മളുടെ നെക്കും നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു സീം അലവൻസിൻ്റെ പോർഷൻ ഒരു സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിലൊരു തെറ്റുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു കയറ്റിറക്കം വരാൻ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു കയറ്റിറക്കം വരാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ചെയ്തതിന് ശേഷം നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ നമ്മളുടെ ഷോൾഡർ ക്ലോസ് ചെയ്തടിക്കുകയാണ് ചെയ്യണത്. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഞാൻ അതും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഉള്ള കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മാറും കേട്ടോ. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ സ്ലീവ്ലെസ് ആയിട്ടാണ് ഈ ഉടുപ്പ് ചെയ്തത്. ആളൊരു ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ സ്ലീവ് വെക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. അപ്പോൾ നമ്മൾ സ്ലീവ്ലെസ് നമ്മൾ ക്ലോസ് ചെയ്ത് അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബയാസ് പീസ്, ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത്. 2 സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത് അടിക്കണം.
കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും ഗൗൺ അടിക്കുമ്പോൾ ബാക്കിൽ ഒരു വള്ളി കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം അവരുടെ ഒരു ഷേപ്പ് അനുസരിച്ച് ലൂസൊക്കെ വരാനുള്ള ഒരു ഷേപ്പുള്ള ഒരു ബോഡി ആയിരിക്കില്ല അവരുടെ. അപ്പോൾ അതൊരു കൃത്യത്തിൽ നമ്മൾ നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലൂസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഓവർ ടൈറ്റൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചധികം ലൂസ് ഇടണമെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിൽ എപ്പോഴും ഒരു വള്ളി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു സാറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഒരു 3 ഇഞ്ചിൽ കട്ട് ചെയ്താൽ മതി. അതിനുശേഷം നല്ല വശം വെച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് എൻഡ് പോർഷൻ നമ്മളൊരു കോർണർ ഇതുപോലെ ഒരു ഷേപ്പിൽ അടിക്കണത് നല്ലതായിരിക്കും. അപ്പം ബാക്കിൽ ഇതുപോലെ രണ്ടൊരു വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ലൂസ് സംബന്ധമായിട്ട് വരുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. അപ്പം ബാക്കിൽ എപ്പോഴും ഒരു വള്ളി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫ്രണ്ടിൽ ഞാൻ ഈ സാറ്റിന് തന്നെ ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു ബാൻഡ് കൊടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് ഞാൻ ബാൻഡ് കൊടുത്തേണ്ടത്. നല്ലൊരു രസമായിരിക്കും കേട്ടോ അങ്ങനെ ഒരു ബാൻഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അതിന് ശേഷം നമ്മളുടെ സൈഡ് അറ്റാച്ച് ചെയ്തടിക്കുക. ഒരു 2 സ്റ്റിച്ച് 2 3 സ്റ്റിച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളുടെ ബാക്കിൽ നമ്മൾ സിബ് ആയതുകൊണ്ട് തന്നെ 2 സൈഡും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തടിക്കും. അപ്പോൾ ബാക്കിലാണ് നമ്മളുടെ അതേ അറ്റാച്ച്മെൻറ്റ് വരുന്നത് കേട്ടോ. സാറ്റിന് 3ാമത്തെ ലെയർ നെറ്റാണ് കേട്ടോ നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അത് മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. സാറ്റിൻ്റെ 3ാമത്തെ ലെയറിലും നമ്മൾ ഫ്രിൽസ് ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. എക്സ്ട്രാ ഒരു സീം എലവൻസും അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ലൂസും ഇടാതെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. 2ാമത്തെ ലെയറിൽ നമ്മൾ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പം മുകളിൽ നമ്മൾ ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇച്ചിരി ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ ഈ സ്റ്റിച്ച് ഒന്ന് കൊടുക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ നൂല് വലിച്ചിട്ട് ചെറിയ ചെറിയ ഫ്രിൽസ്, ഒരിക്കലും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പോലെയുള്ള നമ്മൾ കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ നൂല് വലിച്ചാൽ മതി. കാരണം അധികം അംബർലയാണ് കട്ടിങ് വരുന്നത്. അപ്പം അംബർലയുടെ ഒരു ലുക്ക് പോവരുത്, എന്നാൽ കുറച്ചധികം ഫ്ലയർ കിട്ടും വേണം താനും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഒരു മുകളിൽ ഇപ്പോൾ 3ാമത്തെ ലെയർ നമ്മൾ 5ലാണ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2ഉം 1ാമത്തെ ലെയർ നമ്മൾ 6.5 ഇഞ്ചിലാണ് മുകളിൽ ആ വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ചിൻ്റെ ആ ലൂസ് വരുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രിൽസ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ നമ്മൾ നൂല് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഫ്രിൽസ് മുകളിൽ വരും. ഫ്രിൽസ് ഇട്ട് കൊടുത്തതിന് ശേഷം 2ാമത്തെ ലെയർ ആദ്യം നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചാണ് ആ സാറ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ലെയറും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇടുക. ശേഷം നമ്മളൊരു ചെറുതായിട്ട്, കൂടുതലായിട്ടുള്ള ഫ്രിൽസ് നിങ്ങൾ ഇട്ട് കൊടുക്കരുത്, ചെറുതായിട്ട് മതി. ഒരു ചെറിയൊരു ഫ്രില്ലിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. അതില്ലാതെയും ചെയ്യാം, പക്ഷെ അതില്ലാതെ ചെയ്യുമ്പോൾ ഒരു പ്ലെയിൻ ഒരു എഫക്റ്റ് വരും. കാരണം മടിയിൽ നമ്മൾ ഈ വയർ വെക്കുമ്പോൾ ഒരു വേവി ലുക്കാണല്ലോ വരുന്നത്. അപ്പോൾ അതിനോട് കൂടി മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ആയതുകൊണ്ടാണ് ഒരു ചെറിയൊരു ഫ്രില്ലും കൂടി നമ്മൾ ഈ ഫസ്റ്റ് ലെയറിലും സെക്കൻഡ് ലെയറിലും ആഡ് ചെയ്ത് കൊടുത്താണത് കേട്ടോ. 3 ലെയറും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് നമ്മളുടെ ആ പ്ലാസ്റ്റിക് വയറാണ് അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ ലാസ്റ്റത്തെ ലെയർ എടുക്കുക, 3ാമത്തെ ഏറ്റവും 18 ഇഞ്ചിൻ്റെ ലെയർ. അതിൻ്റെ നല്ല ഭാഗത്ത് ആദ്യം വെച്ചടിക്കണം. ആദ്യം നല്ല ഭാഗത്ത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ എൻഡ് ഇതുപോലെ ഏറ്റവും അറ്റത്തായിട്ട് നെറ്റോട് കൂടിയിട്ട് നമ്മൾ ആദ്യം ഒരു ടോപ്പ് സ്റ്റിച്ച് ഇടാണ് ചെയ്യണത്. ശേഷം ഇത് പുറകോട്ട്, അതായത് നമ്മളുടെ റോങ് സൈഡിലോട്ട് തിരിച്ച് മറിച്ച് അടിക്കുകയാണ് ചെയ്യണത്. അപ്പോഴാണ് ഫിനിഷിങ് ഉണ്ടാവുക. നിങ്ങൾ ഒരിക്കലും നെറ്റിൻ്റെ അടിഭാഗത്ത് ഇതുപോലത്തെ ഒരു ലേസ് ഇങ്ങനെ വെച്ച് അടിക്കണ രീതിയിൽ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ നെറ്റിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് കാണാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി അതിൻ്റെ എൻഡ് വരെ നമ്മൾ ഈ ഒരു നെറ്റ് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ച് മറിച്ചടിച്ചിട്ട് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഫിനിഷിംഗ് ആയിട്ട്, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ അത് കിടന്നോളൂ കേട്ടോ. ഞാൻ ഈ ഒരു വയർ അറ്റാച്ച് ചെയ്യേണ്ടത് വീണ്ടും പറയാം. ആദ്യം മുകളിൽ നല്ല ഭാഗത്ത് ഈ ഒരു നെറ്റ് വെച്ചിട്ട് എൻഡി കോഡ് ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുക്കുക. ശേഷം അത് പുറകോട്ട്, അതായത് റോങ് സൈഡിലോട്ട് വെച്ചിട്ട് മുകളിൽ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വരും കേട്ടോ.
സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് നന്നായി വേവി ലുക്കിലാണ് വരിക. നിങ്ങൾക്ക് 3 ലെയർ അല്ല ഒരു 4-5 ലെയർ ചെയ്യണമെങ്കിൽ ഇതിനേക്കാളും നല്ല ഭംഗിയിൽ തന്നെ കിടക്കും കേട്ടോ. ഞാനിത് ടോട്ടൽ ഞാൻ പറയാൻ മറന്നുപോയി, ഒരു 11 മീറ്ററാണ് ഞാൻ ഈ ഒരു 3 ലെയറിന് വേണ്ടി മേടിച്ചത്. നിങ്ങൾക്കിതൊരു റോളായിട്ട് ഫുൾ റോളായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിത് ലൂസായിട്ടാണ് മേടിച്ചത്. ലൂസായിട്ടും ഈ ഒരു സംഭവം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഒത്തിരി പേര് ഞാനിത് ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചായിരുന്നു ഇത് എവിടെ കിട്ടാന്നുള്ളത്. അപ്പോൾ ടൈലറിങ്ങിൻ്റെ ഐറ്റംസ് കിട്ടുന്ന എല്ലാ ഷോപ്പിലും ഉണ്ടാവും. ഹോഴ്സ് വയർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഇമേജ് കാണിക്കുക, ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി നമ്മളുടെ ഒരു ഗൗണിൻ്റെ അടിയിൽ വെക്കണ ഒരു പ്ലാസ്റ്റിക് വയർ എന്ന് ചോദിച്ചാലും അവർക്ക് മനസ്സിലാവും കേട്ടോ. 3 ലെയറിലും ഈ ഒരു പ്ലാസ്റ്റിക് വയർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ യോക്കോട് കൂടിയിട്ട് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അംബ്രല്ലയുടെ ഒരു സെൻറ്റർ പോർഷൻ കണ്ടതിന് ശേഷം യോക്കിൻ്റെ സെൻറ്റർ പോർഷൻ കണ്ടിട്ട് വെച്ച് ഒരുപോലെ തന്നെ വെച്ചിട്ട് നമ്മളുടെ യോക്ക് അറ്റാച്ച് ചെയ്യുക. ശേഷം ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് വരുന്നത് നമ്മളുടെ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. ഇതുപോലത്തെ ഫ്രിൽസ് ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ മെറ്റീരിയലിൻ്റെ ലെയറൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മളുടെ ആ യോക്കും നമ്മളുടെ അമ്പർലിയും അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മളുടെ ആ ഒരു കൺസീൽഡ് സിബ് ഇച്ചിരി അകത്തി അടിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അവിടെ കട്ടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലോട്ട് കയറ്റുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ സിബിനൊരു കംപ്ലൈൻറ്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ഗൗൺസൊക്കെയാണ് ചെയ്യണതെങ്കിൽ YKKയുടെ സിബ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സിബിൻ്റെ ഒരു പേരാണ് കേട്ടോ YKK, ആ കമ്പനിയുടെ ഒരു പേര്. അപ്പോൾ ആ ഒരു സിബ് ആണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. നോർമൽ സിബ് ചിലപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വരാനുള്ള, നോർമൽ കമ്പനീസിൻ്റെ സിബ് ചിലപ്പോൾ കംപ്ലൈൻറ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സിബ് നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മളുടെ എല്ലാ ലെയറും ഒരുമിച്ച് അടിച്ചിട്ട് അടിപോർഷനും കൂടിയും ഇതുപോലെ മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗൗണ് റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.